വടക്കേ അമേരിക്കയിലെ ഒരു മരുഭൂമിക്ക് നടുവിൽ പരന്നതും വരണ്ടതുമായ ഒരു തടാകമുണ്ട്, റേസ് ട്രാക്ക് പ്ലായ. 1900 മുതൽ അവിടെ സന്ദർശിക്കുന്ന പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. നിഗൂഢമായ സെയിലിംഗ് സ്റ്റോൺസ്, വളരെ ഭാരമേറിയ കല്ലുകൾ. അവ തനിയെ നീങ്ങുന്നവയാണ്. 1500 മീറ്ററിൽ കൂടുതൽ അവ തനിയെ നീങ്ങിയതിൻ്റെ പാടുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. മനുഷ്യരോ മൃഗങ്ങളോ അല്ലാതെ അത്രയും ഭാരമേറിയ കല്ലുകൾ നീക്കിയതിന് പിന്നിൽ ആരായിരിക്കും? സ്വാഭാവികമായും അന്യഗ്രഹ ജീവികളുടെ പണി തന്നെ. ഒരു വലിയ കാലത്തോളം ആളുകൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു. എന്നാൽ തനിയെ ആ കല്ലുകൾ നീങ്ങുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല. ഒരു ദിവസം മാർക്ക് ചെയ്തു പോയ സ്ഥലത്ത് നിന്നും ദിവസങ്ങൾ കൊണ്ട് ആ കല്ലുകൾ മീറ്ററുകൾ ദൂരേക്ക് തനിയെ നീങ്ങി പോയിട്ടുണ്ടാവും. അത് തനിയെ നീങ്ങിപ്പോയതിൻ്റെ പാടുകളും അതിനു പിന്നിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ രഹസ്യം കണ്ടെത്താൻ ചില ഗവേഷകർ തീരുമാനിക്കുകയായിരുന്നു. സ്ക്രിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയിലെ ഗവേഷകർ 15ഓളം പാറകളിൽ GPS ഘടിപ്പിക്കുകയായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം അവർ വന്ന് പരിശോധിച്ചു. 2 വർഷങ്ങൾ കൊണ്ട് ഈ പാറകൾ തനിയെ നീങ്ങുകയായിരുന്നു, മീറ്ററുകളോളം ദൂരത്തിൽ. എന്നാൽ അതിൻ്റെ രഹസ്യം അവർ കണ്ടെത്തുകയായിരുന്നു. ദിവസങ്ങളോളം അനങ്ങാതെ നിന്ന കല്ലുകൾ ചില രാത്രികളിൽ മാത്രമാണ് ദൂരേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നവർ കണ്ടെത്തി. ശൈത്യകാലത്ത് പലപ്പോഴും രാത്രികളിൽ അവിടെ ചെറുതായി മഴ പെയ്യാറുണ്ട്. അപ്പോൾ ആ പരന്ന തടാകത്തിൽ വെള്ളം കെട്ടി നിൽക്കുകയും വളരെ കട്ടി കുറഞ്ഞ ഒരു പ്രതലമായി അത് ഒറ്റ രാത്രി കൊണ്ട് മരവിക്കുകയും ചെയ്യുന്നു. ഇത് പാറയ്ക്കടിയിൽ കനം കുറഞ്ഞ മഞ്ഞുപാളികളെ സൃഷ്ടിക്കും. രാവിലെ മഞ്ഞുരുകി തുടങ്ങുമ്പോൾ മഞ്ഞുപാളികളിൽ വിള്ളലുകൾ വരും. അപ്പോൾ ഒരു ചെറിയ കാറ്റിന് ഈ ഭാരം കൂടിയ പാറയെ നീക്കാൻ സാധിക്കും. അങ്ങനെ അത് നീങ്ങി തുടങ്ങുന്നു. മഞ്ഞുരുകി കഴിഞ്ഞാൽ പിന്നെ പാറ നീങ്ങിപ്പോയ ട്രാക്ക് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ ഐസ് ഡ്രോവിംഗ് എന്നാണ് ഗവേഷകർ വിളിക്കുന്നത്. നിങ്ങൾക്കും ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഹോട്ടലുകളിൽ ചെന്നാൽ നനഞ്ഞ മേശയാണ് എങ്കിൽ ചായ ഗ്ലാസ് തനിയെ നീങ്ങുന്നത് നിങ്ങളും കണ്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലെ. അല്ലാതെ ഇതിനു പിന്നിൽ അന്യഗ്രഹ ജീവികളൊന്നും തന്നെയില്ല.